പനയ്ക്കൊരു പ്രത്യേകത, അന്തരീക്ഷത്തിൽ കാർബൺ ഡയോക്സൈഡ് വലിച്ചെടുക്കാനുള്ള കഴിവ്, അതും ജലാംശത്തെ തടഞ്ഞു നിർത്താനുള്ള കഴിവുണ്ട്. 1000 ലിറ്റർ ജലമൊക്കെ വലിയൊരു പന മണ്ണിൽ തടഞ്ഞു നിർത്തുന്നുണ്ട്. അങ്ങനെ ഓരോ തുള്ളിയും വിത്തിട്ടിട്ട് ഭൂമിയുടെ ഗർഭത്തിലേക്ക് അയച്ചുവിടുന്നുണ്ട് പനൻ്റെ വേരുകൾ. അത്രയ്ക്ക് പ്രാധാന്യമാണ് പനയെ പറ്റി. അതിൻ്റെ ജലസംഭരണി എന്നാണ് പനയെ പറയുക. പനൻ്റെ പട്ട മുമ്പ് കുടിൽ ഓരും ടെറസൊന്നും ഇല്ലാത്ത സമയത്ത് പനൻ്റെ പട്ടയാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. പനൻ്റെ ഇളനീര്, നുങ്ങ് എന്ന് പറയും. അത് നല്ലൊരു ഔഷധ ഗുണമുള്ള പാനീയം കൂടിയാണ്. പനൻ്റെ തടി ഇരുമ്പിനേക്കാൾ ഗുണം ചെയ്യുന്നതാണ്. പനംകട്ട പറയും, അതിനുപയോഗിക്കാം. പിന്നെ തൂക്കാൻകുരുവികൾ കൂടി വയ്ക്കുന്നുണ്ട്. അങ്ങനെ പനയ്ക്ക് അത്രമാത്രം പ്രാധാന്യമുണ്ട്. ഈ പനൻ്റെ പഴം, ഞാൻ ചെറുപ്പകാലത്തൊക്കെ അന്ന് വളരെ ദാരിദ്ര്യത്തോട് ജീവിച്ചിരുന്ന കാര്യമാണ്. അന്ന് ഈ പനമ്പഴം കഴിച്ചിട്ടുണ്ടായിരുന്നു. ചൂടായി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഓർഗാനിക് ഭക്ഷണമാണ് ഈ പനൻ്റെ പഴം. ഇപ്പോൾ തെരുവ് നായ്ക്കളും മറ്റ് ജീവജാലങ്ങളും, ആന, പന്നി, മുയൽ, എല്ലാ ജീവജാലങ്ങളും പനൻ്റെ പഴം തിന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ പനൻ്റെ പ്രത്യേകത, അത്രമാത്രം പനയ്ക്ക് പ്രാധാന്യമുണ്ട്. ഒന്നും പനൻ്റെ വേസ്റ്റ് ആകുന്നതല്ല. അതാണ് പന നടുന്നത്. മണ്ണിലെ ജലാംശത്തെ തടഞ്ഞു നിർത്താനുള്ള പ്രധാന കഴിവുണ്ട് പനയ്ക്ക്. അതാണ് പനൻ്റെ പ്രത്യേകത.